ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പർച്ചേസ് എല്ലാം കഴിഞ്ഞ് കൗണ്ടറിൽ ബിൽ പേ ചെയ്യാനായി നിൽക്കുക വിനീത്. പരുങ്ങലോടെയുള്ള വിനീതിൻ്റെ നിൽപ്പ് കണ്ട് എന്ത് പറ്റിയിടാന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, കാശൊക്കെ ഉണ്ടെന്ന് വിനീത് പറയേ. അല്ല, നിനക്ക് മാത്രം എന്താ എടുക്കാത്തതെന്ന് നിവിനും. അളിയനും കൂടി എടുക്കണമെന്ന് കരുതിയാ വന്നത് എന്ന് ടെൻഷനോടെ വിനീത് പറയേ. പിന്നെന്താ പ്രശ്നം, പണമാണോ എന്ന് നിവിനും. ഏയ് അതൊന്നുമല്ലെന്ന് വിനീത് പറയേ. എല്ലാം ശ്രദ്ധിച്ചു നിൽക്കുന്ന കാവേരിയും. വിനീതേട്ടാ, ഞാൻ കാശു തരാം, വിനീതേട്ടന് ഡ്രസ്സ് എടുക്കാൻ അമ്മ പണം തന്നു വിട്ടിട്ടുണ്ട് എന്ന് പറയേ. വേണ്ട കാവേരി, ഞാൻ തന്നെ വാങ്ങിക്കോളാം എന്ന് വിനീതും. അപ്പോഴേക്കും കൗണ്ടറിലിരിക്കുന്ന ആളും പറയുന്നുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് സാർ. മെൻസിന്റെ പുതിയ കളക്ഷൻ ഇന്നലെ വന്നതേ ഉള്ളൂ, സെക്കൻഡ് ഫ്ലോറിലൊന്ന് പോയി നോക്കണമെന്ന്. ഏയ് വേണ്ട വേണ്ട, സമയം പോയി, പിന്നൊരു ദിവസം ഇവനെയും കൂട്ടി വന്നോളം കാവേരി എന്ന് വിനീത് പറയേ. എടാ, പണം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് നിവിൻ എടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അളിയ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ എന്ന് പറഞ്ഞ് അവനെ തടയുന്നുണ്ട് വിനീത്. അപ്പോഴേക്കും അവന് ബില്ല് കൊടുക്കുന്നുണ്ട്. ആ ബില്ല് കണ്ട് ഒരു നിമിഷം പകച്ചു നിൽക്കുക വിനീതും. പിന്നീട് അവൻ തൻ്റെ ബാഗ് തുറന്ന് അതിലടുക്കി വെച്ച 10ന്റെയും 20ന്റെയും നോട്ടുകളെല്ലാം എടുത്തു കൊടുക്കുകയാ. ബാലൻസ് ക്യാഷ് കൂടി കൊടുത്തു തീർത്ത്. അത് എന്തെന്നറിയോ, ഗംഗയ്ക്ക് കല്യാണപ്പുടവ എടുക്കാനായി പലപ്പോഴായി മാറ്റി വെച്ചിരുന്ന നോട്ടുകളാ എന്നവൻ പറയുമ്പോഴേക്കും ഒരു 830 രൂപ കുറവുണ്ടല്ലോ സാറേ എന്നവിടുത്തെ സ്റ്റാഫും പറയുന്നുണ്ട്. എടാ, ഇത് ഞാൻ കൊടുക്കാമെന്ന് നിവിൻ പറയുന്നുണ്ടെങ്കിലും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഒരു 1000 രൂപയും കൂടി എടുത്തു കൊടുക്കുക വിനീത്. ഇത് ഗംഗയ്ക്ക് താലി വാങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നതാ എന്ന് ടെൻഷനോടെ അവൻ പറയുന്നുണ്ട്. അവന്റെ അവസ്ഥ കണ്ട് സങ്കടത്തോടെ നോക്കി നിൽപ്പാ കാവേരിയും. പിന്നീട് രാത്രിയാവുമ്പോൾ സ്നേഹതീരത്തിൽ എല്ലാവരും വിനീത് വാങ്ങിക്കൊടുത്ത ഡ്രസ്സെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഗംഗയുടെ കല്യാണ സാരി നോക്കി, നല്ല ഭംഗിയുണ്ട്, കൊള്ളാലെന്ന് പറഞ്ഞ് അത് ശാരദയുടെ കയ്യിലേക്ക് രാധമ്മ കൊടുക്കുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ടെന്ന് ശാരദയും. അപ്പോഴേക്കും രാധമ്മ ഗംഗയെന്ന് നീട്ടി വിളിക്കുന്നുണ്ട്. ഗംഗ അങ്ങോട്ട് വരുമ്പോഴേക്കും ഇങ്ങോട്ട് വാടി, ദേ നിന്റെ കല്യാണ സാരി വന്ന് കാണ് എന്നച്ചമ്മ പറയേ. നിങ്ങൾ കണ്ടാ മതിയെന്ന് ഗംഗയും. ഓ വന്ന് നോക്കടിയെന്ന് അച്ചമ്മ പറയേ. വാ മോളെ ഇങ്ങോട്ടെന്ന് ശാരദയും വിളിക്കുന്നുണ്ട്. അവൾ അമ്മയുടെ അടിയിലേക്ക് ചെല്ലുമ്പോഴേക്കും കല്യാണ സാരി എടുത്തു കൊടുത്തുകൊണ്ട് നോക്ക് എങ്ങനെയുണ്ടെന്ന് എന്ന് ശാരദയും പറയും. അവൾ അത് വാങ്ങി നോക്കി കൊള്ളാം എന്ന് പറയേ. ഈ കളർ നിനക്ക് നന്നായി ചേരും മോളെ എന്ന് രാധമ്മ പറയേ. ഇനി ഒരെണ്ണം കൂടി ഉണ്ടെന്ന് നിള പറയുന്നുണ്ട്. കല്യാണ സാരിയോ എന്ന് അമ്പരപ്പോടെ രാധമ്മ. അതെ എന്ന് പറഞ്ഞ് നിള ആ ബോക്സ് എടുത്ത് കൊടുക്കുമ്പോഴേക്കും അത് തുറന്നു കാണിച്ച് ഇതാ സാരി, രണ്ടിനും 50,000 രൂപ എന്ന് കാവേരിയും. 50,000മോ എന്ന് അമ്പരപ്പോടെ രാധമ്മ ചോദിക്കേ. എന്തിനടി വെറുതെ കാശ് കളഞ്ഞത് എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. സാരി നോക്കി സാരി കൊള്ളാമെന്ന് ശാരദ പറയേ. വിനീതേട്ടൻ ഒരു പാവാ, എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു, വിനീതേട്ടന് മാത്രം എടുത്തില്ലെന്ന് നിള പറയേ. അതെന്താടിന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. കാശ് തികഞ്ഞില്ലെന്നാ തോന്നുന്നത്, പിന്നെ വാങ്ങിക്കോളാന്ന് പറഞ്ഞു. കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നിയമ്മേ. 10ന്റെയും 20ന്റെയും നോട്ടൊക്കെ കൂട്ടിവെച്ച ബില്ല് കൊടുത്തത്. ഗംഗേച്ചിക്ക് സാരിയും താലിമലയും ഒക്കെ എടുക്കാൻ പലപ്പോഴായി കൂട്ടിവെച്ചതാണത്രേ എന്ന് കാവേരി പറയേ. പലതവണ തള്ളിക്കളഞ്ഞിട്ടും ഗംഗയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു നിന്നവനാവൻ. അവൾക്ക് വേണ്ടി പെറ്റ തള്ളയെ വരെ എതിർത്ത് നിൽക്കുവാവൻ. കല്യാണ പെണ്ണിന് വേണ്ട സർവ്വ ചെലവും താൻ ഏറ്റോളാമെന്ന അവൻ ഇപ്പോഴും പറയുന്നത്. അവനെ പോലൊരു ചെറുക്കനെ മഷിയിട്ട് നോക്കിയാൽ കിട്ടോ? ഇനി ആരെങ്കിലും അവൻ ഈ വീട്ടിൽ കുറ്റം പറഞ്ഞ അപ്പോൾ അറിയാം വിവരം എന്ന് പറഞ്ഞ് രാധമ്മ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാ. വാ അമ്മേ, വിശക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കെ. എനിക്കും വിശക്കുന്നുണ്ടെന്ന് യമുനയും പറയുകയാ. അത് കേൾക്കെ കാവേരിയും. നിന്റെ വിശപ്പ് അവിടെ നിൽക്കട്ടെ, വിനീതേട്ടന്റെ പോക്കറ്റടിച്ച് ഇവള് കഴിച്ച കുഴിമന്തി എവിടെ പോയി എന്ന് കാവേരി ചോദിക്കെ. അത് കുഴിയിലോട്ട് പോയില്ലേ എന്ന് നിള പറയേ. എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാ. വാ ഭക്ഷണം എടുത്തു തരാമെന്ന് പറഞ്ഞ് ശാരദ എണീൽക്കെ ബാക്കിയുള്ളവരും അകത്തേക്ക് കയറി പോവുകയാ. അവിടെ നിൽക്കുന്ന ഗംഗയോടായി ആ ഡ്രസ്സെല്ലാം എടുത്തു വെച്ചേക്കെന്ന് പറഞ്ഞ് ശാരദയും അങ്ങോട്ട് പോകുന്നുണ്ട്. അത് കേൾക്കെ ഗംഗയും ആ കല്യാണ പുടവെടുത്ത് അതും കയ്യിൽ പിടിച്ച് ആലോചനയോടെ നിൽപ്പാ. അവിടെ വിനീതിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാ സുജാത. നീ എന്താടാ താമസിച്ചതെന്ന് സുജാത ചോദിക്കേ. കുറച്ച് ജോലി ഉണ്ടായിരുന്നമ്മേ എന്ന് വിനീത് പറയേ. എന്നിട്ട് നിന്നെ കടയിലൊന്നും കണ്ടില്ലല്ലോ എന്ന് സുജാത. എന്നെ അന്വേഷിച്ചമ്മ കടയിൽ വന്നോ? എന്താ അമ്മേ കാര്യം എന്ന് വിനീത് ചോദിക്കേ. ഓ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് സുജാതയും അപ്പുറത്തിരിക്കുകയാ. അമ്മേ ഓംലെറ്റ് ഉണ്ടോ എന്ന് വിനീത് ചോദിക്കേ. അയ്യോ മുട്ട ഇരിപ്പില്ലടാ, സാധാരണ ആൾക്കാർ കോഴിയെ വളർത്തിയ സ്വന്തം വീട്ടിലാ മുട്ടയിടുന്നത്. ഞാൻ കോഴിയെ വളർത്തിയ അത് അയൽപക്കത്തെ വീട്ടിൽ പോയി മുട്ടയിടും. കോഴിയുടെ കാര്യത്തിലായാലും മക്കളുടെ കാര്യത്തിലായാലും എന്റെ തലവര ഇതാ, ഒന്നിനെ കൊണ്ടും ഒരു പ്രയോജനവും ഇല്ലെന്ന് പറഞ്ഞ് ടേബിളിൽ ഇരുന്ന കവറിൽ നിന്ന് സാരി എടുത്തു നോക്കി. ഇതേതാ സാരി? യോ നല്ല ഭംഗിയുണ്ടല്ലോ, തയ്ക്കാൻ കൊണ്ടുവന്നതാ, നല്ല വിലയുണ്ടെന്ന് തോന്നുന്നു എന്നമ്മ പറയേ. തയ്ക്കാൻ കൊണ്ടുവന്നതല്ല അമ്മേ, അത് അമ്മയ്ക്കുള്ളതാ എന്ന് വിനീത് പറയുമ്പോഴേക്കും ചേച്ചി ഗീതയും അങ്ങോട്ട് വരുന്നുണ്ട്. അടുത്ത പാക്കിലുള്ളത് ഗീതച്ചിക്കും എന്ന് വിനീത് പറയേ. കണ്ടോടെ ഗീതേ, നിന്നോട് ഞാൻ കാക്ക മലർന്നു പറക്കുമെന്ന് പറഞ്ഞിട്ട് നീ വിശ്വസിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി അവളുടെയും സാരി എടുത്തു നോക്കി. എന്റെ മോൻ എനിക്കും നിനക്കും വാങ്ങിച്ചിരിക്കുന്ന സാരികൾ കണ്ടോ ദേ എന്ന് പറയേ.
സാരി നോക്കിക്കൊണ്ട് നല്ല ഭംഗിയുണ്ടല്ലോടാ, പട്ടുസാരിയൊക്കെ വാങ്ങിക്കാൻ എന്താടാ വിശേഷമെന്ന് ഗീതയും ചോദിക്കുന്നുണ്ട്. കല്യാണത്തിന് വാങ്ങിയതാ അമ്മേ എന്ന് വിനീത് പറയേ. കല്യാണമോ? ആരുടെ കല്യാണം എന്നമ്മ ചോദിക്കേ. അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? എന്റെ കല്യാണം എന്ന് വിനീതും. അത് കേൾക്കേ ഒരു ഞെട്ടലോടെ അവനെ തന്നെ നോക്കിയിരുന്ന്. നിന്റെ കല്യാണമോ എന്നമ്മ അമ്പരപ്പോടെ ചോദിക്കേ. അമ്മേ, ഞാനും ഗംഗയുമായിട്ടുള്ള കല്യാണം എന്ന് വിനീതും. കല്യാണത്തിന് പോവാൻ ഞങ്ങൾക്ക് പുടവ എടുത്തെങ്കിൽ മഹാറാണിക്കും എടുത്തു കാണുമല്ലോ എന്ന് ഗീത ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും എടുത്തെന്ന് വിനീത് പറയേ. കണ്ടോ അമ്മേ, മഹാറാണിയെയും കുടുംബത്തെയും കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുത്തു. അതിന്റെ കൂട്ടത്തിൽ നമുക്കും വാങ്ങി 2 ചവറ് എന്ന് ഗീത ദേഷ്യത്തോടെ പറയേ. അമ്മേ, അങ്ങനെയൊന്നുമല്ല എന്ന് വിനീതും പറയുന്നുണ്ട്. നടക്കാത്ത കല്യാണത്തിന് എന്തിനാടാ സാരി എന്നമ്മ ചോദിക്കുമ്പോഴേക്കും ഗീത ദേഷ്യത്തോടെ ആ 2 സാരികളും വിനീതിന്റെ ദേഹത്തേക്ക് വലിച്ചെറിയുകയാണ്. സങ്കടത്തോടെ ആ സാരിയും കയ്യിൽ പിടിച്ചിരിപ്പാ വിനീതും. ഗീത വീണ്ടും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പട്ടിക്ക് എല്ലിൻ കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ 2 പട്ടുസാരി വാങ്ങിക്കൊണ്ടുവന്ന നീ പറയുന്ന ഊളത്തരങ്ങളെല്ലാം ഞങ്ങൾ സമ്മതിക്കുമെന്ന് കരുതിയോടാ? നടക്കില്ലടാ. അമ്മയ്ക്കും എനിക്കും കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഈ കല്യാണം നടക്കില്ല എന്നവൾ പറയേ. തലയും കുനിച്ച് ഒന്നും മിണ്ടാതിരിപ്പാ അമ്മയും. വിനീതും സങ്കടത്തോടെ ആ സാരിയും കയ്യിൽ പിടിച്ചെഴുന്നേറ്റ്. വിലയുള്ളതാ, അതും വിയർപ്പൊഴുക്കി സമ്പാദിച്ച പണം. ആരൊക്കെ എതിർത്താലും എങ്ങനെയൊക്കെ എതിർത്താലും ഈ കല്യാണം നടത്തിയിരിക്കും എന്നുറപ്പിച്ച് പറഞ്ഞ് അവൻ ആ സാരിയുമായി അവിടുന്ന് പോവുകയാ. രാത്രി വണ്ടി ഓടിച്ചു പോവുകയായിരുന്ന ജയപാലന്റെ മൊബൈലിലേക്ക് ശാരദ വിളിക്കുന്നുണ്ട്. വണ്ടി നിർത്തി ഇവളോ എന്ന് പറഞ്ഞ് ജയപാലൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും. ജയപാലേട്ടാ, ഗംഗയുടെ കല്യാണ കാര്യം പറയാനാ വിളിച്ചത്. നാളെ രാവിലെ 10:30-നും 11:30-നും ഇടയ്ക്ക് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഗംഗയുടെയും വിനീതിന്റെയും കല്യാണം. സമയവും സാഹചര്യവും ഒത്തുവന്ന ജയപാലേട്ടൻ വരണം. കല്യാണത്തിൽ പങ്കെടുക്കണം. കല്യാണം കഴിഞ്ഞ് ചെറിയൊരു സദ്യയുണ്ട്. ഇക്കാര്യം പ്രവീണയോടും വിശാലിനോടും പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ് ശാരദ കോൾ കട്ട് ചെയ്യുക. ശാരദ അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാം കേട്ട് നിൽക്കുകയായിരുന്ന രാധമ്മയും പറയുന്നുണ്ട്. എത്ര വലിയ ശത്രുതയാണെങ്കിലും ഒരു കല്യാണമോ മരണമോ നടക്കുമ്പോൾ മനുഷ്യരത് മറക്കും എന്ന് രാധമ്മ പറയേ. എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലമ്മ. അയാൾ എന്റെ ഭർത്താവിന്റെ ജീവൻ എടുത്തെന്ന് പറഞ്ഞ് ശാരദ നടന്നു ചെന്ന് ജയപാലനും അരവിന്ദനും ഒന്നിച്ചുള്ള ആ ഫോട്ടോ എടുത്തുകൊണ്ടുവന്ന് അരവിന്ദേട്ടന്റെ അച്ഛനും അയാളുടെ അച്ഛനും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു കഥയുണ്ടല്ലോ. ആ കഥയിൽ അമ്മയ്ക്ക് സ്വന്തം മകനേക്കാൾ സ്നേഹം അയാളോടായിരുന്നു. ആരും അറിയാതെ എന്നും പാല് കട്ടുകുടിക്കാൻ വരുന്ന ആ കള്ളക്കണ്ണൻ സ്വന്തം മകന്റെ ജീവന കൊണ്ടുപോയതെന്നോർത്തോ? ഇനിയും അയാളോട് സ്നേഹവും വാത്സല്യവും ഒക്കെ ബാക്കിയുണ്ടെങ്കിലേ ഇടയ്ക്ക് ഇതൊന്ന് വായിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ആ ഫോട്ടോയുടെ പുറകുവശം അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുക ശാരദ. സ്നേഹം നടിച്ച് സുഹൃത്തിനെ ചതിച്ചവൻ എന്ന് രാധമ്മ അത് വായിക്കുമ്പോഴേക്കും നൊന്തു പ്രസവിച്ച മകൻ അവസാനമായിട്ട് എഴുതിയതാ. എന്നിട്ട് ആ കള്ളക്കണ്ണന്റെ മുഖത്തേക്കൊന്ന് നോക്കണം, അപ്പോ അമ്മയുടെ മനസ്സിലെ കല്ലിറങ്ങിക്കോളും എന്ന് പറഞ്ഞ് ആ ഫോട്ടോ രാധമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത് ശാരദ അവിടുന്ന് പോവുകയും ആ ഫോട്ടോയിൽ എഴുതിയതും വായിച്ച് സങ്കടത്തോടെ കരഞ്ഞു നിൽപ്പാ രാധമ്മയും. പിന്നീട് രാവിലെ ആകുമ്പോൾ പറമ്പിലെ മരത്തിന് ചുവട്ടിൽ സങ്കടത്തോടെ ഇരിക്കുന്ന ഗംഗയാണ് കാണിക്കുന്നത്. അവളെ തിരഞ്ഞ് അങ്ങോട്ട് വന്ന നിള അവളെ കണ്ട് ചേച്ചിമാരെ ദേ ഇവിടെയുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ്. അതുകൾക്ക് യമുനയും കാവേരിയും അങ്ങോട്ട് വരുന്നുണ്ട്. അവർ 3 പേരും കൂടി ഗംഗയുടെ അരികിലേക്ക് ചെല്ലേ. കല്യാണ പെണ്ണ് ഇവിടെ ഇരിക്കുക എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. അകത്ത് റൂമിലൊന്നും കാണാഞ്ഞപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു പെണ്ണൊളിച്ചോടി പോയി കാണുമെന്ന് എന്ന് യമുനയും പറയുകയാണ്. അതുകൾക്ക് ഒരു ചെറിയ ചിരിയോടെ ഗംഗയും ഞാൻ ആരുടെ കൂടെ ഒളിച്ചോടാനാ എന്ന് ചോദിക്കേ. വിനീതേട്ടന്റെ കൂടെ വേണമെങ്കിലും ഒളിച്ചോടി പോവാലോ, അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് യമുനയും പറയുന്നുണ്ട്. നിളയും പറയുന്നുണ്ട്. ഗംഗേച്ചി, അങ്ങനെ ഒളിച്ചോടുകയാണെങ്കിലേ എനിക്കൊരു എക്സ്ക്ലൂസീവ് വീഡിയോ തരണേ, ഞാനൊന്ന് വൈറലായിക്കോട്ടെ എന്ന്. അത് കേൾക്കെ ഗംഗയും നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? കുറച്ചു നേരം സമാധാനമായിട്ട് ഇരിക്കാനാ വന്നത് എന്ന് പറയേ. അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഗംഗേച്ചിയുടെ കല്യാണമാ. ഇനിയിപ്പോ പലവിധ തിരക്കായി. ബ്യൂട്ടീഷ്യൻ, ഒരുക്കം, താലികെട്ട്, സദ്യ, മറ്റു ചടങ്ങുകൾ എന്ന ആവശ്യത്തോടെ യമുന പറയേ. ശരിയാ, ജീവിതത്തിൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്, സന്തോഷത്തിനും സമാധാനത്തിനുമൊക്കെ എന്നവൾ പറയുന്നത് കേൾക്കെ ഗംഗേച്ചി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഗംഗേച്ചിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ എന്ന് കാവേരിയും ചോദിക്കുക. ഇപ്പോഴെങ്കിലും ഒരാളത് ചോദിച്ചല്ലോ എന്ന് ഗംഗ പറയേ. ഗംഗേച്ചി എന്ന് സംശയത്തോടെ വിളിക്കുന്നുണ്ട് കാവേരി. ഇന്നലെ രാത്രി വരെ നിങ്ങളൊക്കെ തർക്കത്തിലായിരുന്നു. ഗംഗേച്ചിക്ക് അത് ഇഷ്ടമാണോ ഇത് ഇഷ്ടമാണോ എന്നൊക്കെ പറഞ്ഞു. ഗംഗയെന്ന് ഞാൻ തൊട്ടടുത്തിരിപ്പുണ്ട്. എന്നോട് ഒരു വാക്കെങ്കിലും ചോദിച്ചോ? എന്റെ കല്യാണത്തിന്റെ കാര്യമല്ലേ ചർച്ച ചെയ്യുന്നത്, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് ഗംഗ ടെൻഷനോടെ പറയേ. ഗംഗേച്ചിക്ക് വിനീതേട്ടനെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ പറയായിരുന്നില്ലേ എന്ന് യമുനയും ചോദിക്കുകയാണ്. ഞാൻ ആരോട് പറയാൻ, എപ്പോ പറയാൻ? എന്നോട് ചോദിച്ചിട്ടാണോ ഗംഗയെ വിനീത് കല്യാണം കഴിക്കുന്നു എന്ന് നാട്ടുകാരുടെ മുന്നിൽ പ്രഖ്യാപിച്ചത്? അച്ഛന്റെ ശത്രുവായ ജയപാലൻ അങ്കിളിനെ തോൽപ്പിച്ചു എന്നുള്ള ലഹരി അതാ അമ്മയ്ക്ക് ആ പ്രഖ്യാപനത്തിലൂടെ കിട്ടിയത്. ആ അമ്മയുടെ അടുത്ത് ഞാൻ വന്ന് പറയണോ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് എന്നൊക്കെ ഗംഗ പറയേ. ചേച്ചിക്ക് വേണ്ടെങ്കിൽ പറ, ഇപ്പൊ ഇവിടെ വെച്ച് നിർത്താം ഈ കല്യാണം
എന്ന് കാവേരിയും പറയുന്നുണ്ട്. എന്നിട്ട് സാരമില്ല, എന്റെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെയാ. മറ്റുള്ളവർക്ക് തോന്നും മുന്നിൽ ഒരുപാട് വാതിലുകളുണ്ടെന്ന്, പക്ഷേ ഒന്നിന്റെ താക്കോല് മാത്രമേ എന്റെ കയ്യിലുണ്ടാവൂ. ഞാനത് പറഞ്ഞ് നിലവിളിച്ചാലും ആരും കേൾക്കില്ല. ഇവൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ, പിന്നെന്തിനാ നിലവിളിക്കുന്നതെന്നാവും ചോദ്യം. കയ്യിലുള്ള താക്കോൽ ഉപയോഗിക്കാൻ മാത്രമല്ലേ എനിക്ക് നിർവാഹമുള്ളൂ, അല്ലെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ ചവിട്ടി നിൽക്കുന്ന തറ പോലും താഴേക്ക് ഇടിഞ്ഞു പോകും എന്നവൾ സങ്കടത്തോടെ പറയേ. എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുകയാ നിളയും കാവേരിയും യമുനയുമല്ല. അവിടെ വിനീതിന്റെ വീട്ടിൽ കല്യാണത്തിന് പോവാൻ റെഡിയാവുകയാ വിനീത്. സന്തോഷത്തോടെ അവൻ ഷർട്ടിന്റെ ബട്ടണെല്ലാം ഇട്ട് കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുകയാ. അങ്ങോട്ട് വന്ന അവന്റെ ചേച്ചി ഗീതയും ജനലിലൂടെ ആ കാഴ്ച ദേഷ്യത്തോടെ നോക്കി നിൽപ്പാ. കയ്യിലൊരു വാച്ചും കെട്ടി നെറ്റിയിൽ ചന്ദനക്കുറിയും അണിഞ്ഞ് സ്പ്രേ എല്ലാം അടിച്ച് സന്തോഷത്തോടെ ഒരുങ്ങുകയാ വിനീതും. അവിടെ സ്നേഹതീരത്ത് കല്യാണത്തിന് പോവാൻ റെഡിയായി ടെൻഷനോടെ ഡൈനിങ് ഹാളിലെ സോഫയിലിരിക്കുക രാധമ്മ. ശാരദയും മക്കളും റെഡിയായി വരാത്തതിന്റെ ടെൻഷനോടെ അവരെഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് യമുന റെഡിയായി അങ്ങോട്ട് വന്ന്, അച്ഛമ്മേ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ എന്ന് ചോദിക്കേ. നീ എങ്ങനെ ഇരുന്നാലും എനിക്കെന്താടി, ഗംഗ എവിടെ എന്ന് അച്ഛമ്മയും ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നിളയും ശാരദയും അങ്ങോട്ട് വരുന്നുണ്ട്. ഗംഗ ഇപ്പോൾ വരുമമ്മ എന്ന് ശാരദ പറയേ. നീ എവിടെയായിരുന്നടി എന്ന് അച്ഛമ്മയും. സാധനങ്ങളെല്ലാം എടുത്തു വെക്കണ്ടേ എന്ന് ശാരദ ചോദിക്കേ. ഓ, സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു? കല്യാണ പെണ്ണിനെയും കൊണ്ട് സമയത്ത് ഇറങ്ങണമെന്ന് ഒരു വിചാരം വേണ്ട എന്ന് രാധമ്മ ചോദിക്കുമ്പോഴേക്കും കല്യാണ വേഷത്തിൽ ഒരുങ്ങിയ ഗംഗയെയും കൊണ്ട് കാവേരി അങ്ങോട്ട് വരികയാണ്. അവളെ കാണേ സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞു നോക്കി നിൽപ്പാ രാധമ്മയും. എന്റെ മോളുടെ മേൽ ആരുടെയും കണ്ണു പെടണ്ടെന്ന് പറഞ്ഞ് ശാരദ അവളെ കൈകൊണ്ടൊഴിഞ്ഞ്, എന്തു പറ്റി മോളെ, എന്താ മുഖത്തൊരു സങ്കടം എന്ന് ചോദിക്കുക. രാധമ്മയും പറയുന്നുണ്ട്, അതിപ്പോ കല്യാണ ദിവസം എല്ലാ പെൺകുട്ടികളും അങ്ങനെയാ. കല്യാണം കഴിക്കുന്നത് എത്ര അടുപ്പമുള്ളവരാണെങ്കിലും ഉള്ളിലൊരു പേടിയും പരിഭ്രമവും ഒക്കെയുണ്ട്. അത് കേൾക്കെ ശാരദയും ഗംഗയെ ചേർത്ത് പിടിച്ച്, വാ മോളെ നമുക്ക് അച്ഛനോട് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അരവിന്ദേട്ടന്റെ ഫോട്ടോയ്ക്ക് മുന്നിലെത്തി. അച്ഛന് നേരെ കാണാൻ പറ്റുന്ന രീതിയിൽ നിൽക്കും മോളെ എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു നിർത്തി. കാണുന്നുണ്ടല്ലോ നമ്മുടെ മോളെ, അരവിന്ദേട്ടനല്ലേ ഇവളെ ഈ വേഷത്തിൽ കാണാനായിട്ട് കൊതിച്ചത്. ദേ നിൽക്കുന്നു നമ്മുടെ മോള്. എങ്ങനെയൊക്കെ നടത്തണമെന്ന് ആലോചിച്ചതാ നമ്മുടെ ഗംഗയുടെ കല്യാണം. ഇപ്പോ ദേ ഒരു കള്ള കല്യാണം പോലെ എന്ന് ശാരദ ടെൻഷനോടെ പറയുമ്പോഴേക്കും കാവേരി അങ്ങോട്ട് വന്ന്, മതി അമ്മേ, ബാക്കി തിരിച്ചു വന്നിട്ട് പറയാം. ഇപ്പോഴേ മുഴുവൻ സെന്റിമെന്റ്സും പറഞ്ഞു തീർത്ത കരഞ്ഞു കരഞ്ഞ് കല്യാണ പെണ്ണിന്റെ കൺമിഷി പോവും, പിന്നെ വീണ്ടും ഒരുങ്ങാൻ നിൽക്കണം എന്ന് അമ്മയോടായി പറഞ്ഞ്, അത് വേണോ അച്ഛാ എന്ന് ഫോട്ടോയിലൊക്കെ നോക്കി ചോദിക്കുന്നുണ്ട് കാവേരി. രാധമ്മയും അരവിന്ദന്റെ ഫോട്ടോയിലൊക്കെ നോക്കി മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അരവിന്ദ, ഗംഗയുടെയും വിനീതിന്റെയും കല്യാണം തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കണം, അതിന് നീ കാവലായിട്ടുണ്ടാവണമെന്ന്. പിന്നീട് എല്ലാവരും ഗംഗയും കൊണ്ട് അവിടെ നിന്ന് നടന്നു പോകെ അരവിന്ദന്റെ മുന്നിൽ കത്തിച്ചു വെച്ച നിലവിളക്കണയുകയാ.